ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിക്കുകയാണ് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പപ്പാളിയിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പാളികളുടെ കാലപ്പഴക്കത്തിന്റെ കാര്യത്തിലും സംശയമുള്ളതായി സൂചനയുണ്ട്. നിർണായക പരിശോധനാ ഫലം നാളെ ഹൈക്കോടതിക്ക് സമർപ്പിക്കും. ശബരിമലയിലെ സ്വർണം നഷ്ടമായെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 1998-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികളിലെ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്ന പാളികളിലെ സ്വർണത്തിന്റെ അളവും താരതമ്യം ചെയ്തുള്ള പരിശോധനയാണ് VSSCയിൽ നടത്തിയത്. പഴയ പാളിയിൽ നിന്നും പുതിയ പാളിയിൽ നിന്നും നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത ശേഷം അതിലെ സ്വർണത്തിന്റെ അളവ് താരതമ്യം ചെയ്യുകയായിരുന്നു. പുതിയ പാളികളിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് കുറവാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവന്ന പാളികളിൽ നിന്ന് സ്വർണം മോഷണം നടന്നതായി സ്ഥിരീകരിച്ചത്. പാളികളുടെ മൊത്തം വലുപ്പവുമായി താരതമ്യം ചെയ്ത ശേഷം എത്ര അളവിൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടോടെ കണ്ടെത്താനാണ് SITയുടെ ശ്രമം. നാളെ ഹൈക്കോടതിയിൽ നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ അളവ് വ്യക്തമാക്കിയേക്കും. അതോടൊപ്പം പാളികളുടെ കാലപ്പഴക്കവും പരിശോധിച്ചിരുന്നു. നിലവിലുള്ള പാളികൾക്ക് കാലപ്പഴക്കം കുറവാണെന്ന് വന്നാൽ ശബരിമലയിലെ യഥാർത്ഥ പാളികൾ പൂർണ്ണമായും അടിച്ചുമാറ്റി ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് തിരികെ എത്തിച്ചതെന്ന് വിലയിരുത്തും. ഇത്തരത്തിൽ വൻ കൊള്ള നടന്നിട്ടുണ്ടെന്ന് VSSC ഫലത്തിലുണ്ടെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇത്തരത്തിൽ പാളികൾ ഒന്നാകെ അടിച്ചുമാറ്റിയതായി തെളിഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിക്കും. അതിനാൽ തന്നെ നാളത്തെ ഹൈക്കോടതിയുടെ നീക്കങ്ങൾ നിർണായകമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.